വേറെന്താണ് ഞങ്ങളിവിടെ ചെയ്യേണ്ടത് അഭിലാഷ്? ഇന്നലെ രാത്രി ഒരു 8 പവന്റെ മാല ഒരു എന്റെ തന്നിട്ട് പറഞ്ഞു നീ എന്ത് വെച്ചപ്പോയി ചെയ്തിട്ട് പണം ചെയ്തോളൂ അല്ലേ? ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ്. എന്താ നീ പെണ്ണ് പറഞ്ഞു അതിൽ ഒരെണ്ണം കട്ട് ചെയ്താൽ മതി കേട്ടോ. പെണ്ണല്ലേ നീ? ഒരെണ്ണം എനിക്ക് താല്പര്യം വേണ്ട. എനിക്ക് ആ ഒരു മഹാഭാരം ചുമക്കാൻ നമുക്ക് വയ്യ. സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാരമാണ്. നമ്മൾ വലിയ കുഴപ്പമില്ലാത്തൊരു ആർട്ടിസ്റ്റാണ്. ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നതല്ല നല്ലത്. അതാണല്ലേ പെണ്ണെ വിളിച്ചെന്താണ് ഒരുമിച്ച രണ്ടുപേരും കൂടെ ഒരുമിച്ച്. ഓക്കെ ഓക്കെ. ഞാനും അവനൊക്കെ ഇതുപോലെ തന്നെ കുറേ നാളായിട്ട്, എനിക്കൊന്നൊരു 5-6 വർഷമായിട്ട് അത് നടക്കാതെ ഇങ്ങനെ അല്ലേ. ശങ്കർ, നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടർ ശങ്കറാണ് ആദ്യം ഒരു സിനിമ പ്ലാൻ ചെയ്ത് പറഞ്ഞത്. ഭയങ്കര ത്രില്ലും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ, ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂരൊരു വീട്ടിലായിരുന്നു കേട്ടോ. അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ 3-4 പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ആൽബം ഒക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ ആ വീട്ടിൽ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഋഷി ഇതിൻ്റെ മകളുണ്ടല്ലോ എല്ലാ ആർട്ടിസ്റ്റുകളും നല്ലോണം നിൽക്കുമ്പോൾ ഡാൻസ് ചെയ്യൂട്ടോ, ഒന്ന് കണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ കണ്ണൊക്കെ നല്ലവണ്ണം വരച്ചു. മഞ്ജു കൊച്ചിലെ അത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് പറയുന്നത്. മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ കണ്ണൊക്കെ നീട്ടി വരച്ചിരിക്കാൻ വെച്ച് എല്ലാം വെച്ച് കുറേ ഫോട്ടോസ്. ഇപ്പം ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിന് വാങ്ങിച്ചിട്ടുണ്ട്. ഇല്ല, നല്ല ആഗ്രഹമൊക്കെ. അപ്പം അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ ആരോ പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആവട്ടെ കേട്ടോ. അപ്പോൾ ഉറുഷി എന്ന് അവരോട് പറഞ്ഞു, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് IV ശശിയുടെ അടുത്തൊന്ന് പരിചയപ്പെടുത്താൻ പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ജുവിൻ്റെ അടുത്ത്. എന്തായാലും വേറെന്താണ് ഞങ്ങളിവിടെ ചെയ്യേണ്ടത് അഭിലാഷ്? എന്തെങ്കിലും എന്താ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത്? പ്രൊഡ്യൂസ് ചെയ്യാൻ കാശ് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. പ്രൊഡ്യൂസ് ചെയ്യാൻ ചുമ്മാ ഇടാന്നേ വിചാരിച്ചു. ഇന്നലെ രാത്രി ഒരു 8 പവന്റെ മാല ഒരു എന്റെ തന്നിട്ട് പറഞ്ഞു നീ എന്ത് വെച്ചപ്പോയി ചെയ്തിട്ട് പണം ചെയ്തോളൂ അല്ലേ? ആ ശരിയാട്ടോ. പക്ഷെ ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ശിവൻ ചേട്ടൻ കഴുത്തിടുന്ന മാല ഒരു എന്റെ തന്നത്. ഞാൻ പറഞ്ഞു വേണ്ട, തൽക്കാലം കാശൊക്കെ ഉണ്ട്. അല്ല, പക്ഷെ എന്താ പറയാ, ഈ 2 മാല കൊണ്ട് പക്ഷെ അവിടെ വെച്ച് നിർത്താനാണ് മുകേഷ് ചേട്ടൻ. അവിടെ വെച്ചത് ഈ മുകേഷ് ചേട്ടൻ എന്നെ വീട്ടിൽ കഥ പറഞ്ഞ കേട്ടില്ല നിങ്ങൾ? മുകേഷ് ചേട്ടൻ എന്നെ പറ്റിക്കുന്നതായിരുന്നു സ്ഥിരം ജോലി. ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞു. അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ അത്. ഇത് എല്ലാവരും എല്ലാ പടത്തിലും കാണും. അപ്പൊ എല്ലാവരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഉണ്ട് ഒരു പടത്തിന് കുറേ ആർട്ടിസ്റ്റ്. CBI ഡയറക്ടർ എന്നൊരു സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം. ആ സിനിമയുടെ കുറേ പേര്, ക്യാപ്റ്റൻ രാജേട്ടൻ, അവരിവരെല്ലാവരും ഉണ്ട്. അപ്പോൾ മുകേഷ് ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കുന്നു. ഒരു പേനയും ഒരു പേപ്പറും എടുത്തു. എന്താ മുകേഷ് ചേട്ടാ, അപ്പം എന്തെന്നാ എഴുതുന്നേന്ന്? ഋഷി എല്ലാവരും എന്നെ കളിയാക്കുന്നു. ഋഷി എനിക്ക് പാട്ടൊക്കെ എഴുതണം. ഋഷിക്ക് അതുകൂടെ നമ്മുടെയൊക്കെ നാടക കുടുംബമല്ലേ. അപ്പം എനിക്ക് പാട്ടൊക്കെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നു മുകേഷ് പാട്ട് എഴുതുന്നു, അവിടെ പാട്ട് എഴുതാനൊന്നും ആളില്ല, വലിയ വയലാറെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഉടനെ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് വരും. നമ്മൾ ആര് പറഞ്ഞു മുകേഷ് ചേട്ടാ അങ്ങനെ പറയാം? പിന്നെ ഇവരാണോ തീരുമാനിക്കുന്നത്? മുകേഷ് ചേട്ടാ എഴുതും. മുകേഷ് എഴുതിട്ട് എന്നെ വായിച്ച് കേൾപ്പിക്കും. ഞാനൊരു വലിയ സപ്പോർട്ട് ചെയ്ത് വലിയൊരാളായിട്ട് നിൽക്കുക. അപ്പോഴീ ഒറിജിനൽ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മറന്നു പോകുന്നു. പിന്നെ ഞാൻ പറ്റിപ്പോകും. ചേച്ചി ഋഷി ഇങ്ങനെ എഴുതി എൻ്റെ ഋഷിൻ്റെ കളിയാക്കത്തില്ല. നമ്മൾ ഇല്ല കേട്ടോ, കളിയാക്കത്തില്ല. തിരുനെല്ലിക്കാട് പൂത്തു തിന്നാൻ കിളി ഇറങ്ങി, കിളിയാട്ടും പെണ്ണെ കളിയാടാൻ വായോ. അങ്ങനെ പറഞ്ഞു. നമ്മൾ സൂപ്പറായിരിക്കുന്നു മുകേഷ്. അയ്യോ, നല്ല കറക്റ്റ് പ്രാസമൊക്കെ ഒപ്പിച്ച് ഭയങ്കര രസമായിരിക്കുന്നു.
അല്ലേ? പക്ഷെ ഞാൻ അവിടെ കൊണ്ട് കളി എന്നിട്ട് അവരുടെ അടുത്തുള്ള പേപ്പർ ഭയങ്കരയൊക്കെ അവരുടെ എക്സ്പ്രഷൻ കണ്ട ഉറവശി. ഞാൻ പറഞ്ഞില്ലേ എന്നെ കളിയാക്കുന്നു. ഞാൻ പറഞ്ഞു മുകേഷേട്ടാ അവരെന്ന് ഭാഗവയ്ക്കാണ് മുകേഷേട്ടാ, ഞാൻ ട്യൂൺ ചെയ്യട്ടെ ഉറവശി. ഞാൻ ചേട്ടാ അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ. അവിടെയാണ് എൻ്റെ നാണക്കേട്. അപ്പൊ ഞാൻ ശരി കേട്ടാ ഇങ്ങനെ പലരും അത് തിരുനെല്ലിക്കാട് പൂത്തു തിന തിന്ന എന്തിനാണ് ട്യൂൺ. ഞാൻ പറഞ്ഞു പോവാൻ എന്തിനാണ് ട്യൂൺ. ചേട്ടാ ഇത് സൂപ്പറായിരിക്കുന്നു ചേട്ടാ, നന്നായിരിക്കുന്നു. ആണല്ലേ ഉറവശി? ഇത് ഉറവശി വെച്ചോ, ആരെയും കാണിക്കല്ലേ, എനിക്ക് പരിഹാസം കേൾക്കാൻ വയ്യ ഉറവശി. നമ്മുടെ ഒന്നും കുടുംബത്തിന്റെ വാല്യൂ ആർക്കും അറിയണം. ഇപ്പൊ ഞാൻ ഭദ്രമായിട്ട് ഞാൻ ഓരോരുത്തർക്കും നിങ്ങൾ കേട്ടോ മുകേഷിന്റെ പാട്ട്? ഇല്ല, അവർക്കൊക്കെ അറിയാം കേട്ടോ. ബഹദൂറങ്ങൾ മാത്രം അടുത്ത ഡയലോഗ് ഏതാണെന്ന് നോക്ക്, മുകേഷിന്റെ പാട്ട് നോക്കിക്കൊണ്ട് നടക്കാതെ. അപ്പൊ ഞാനിത് വെച്ചു. എന്നിട്ട് ഞാൻ തന്നെ തിരുനെല്ലിക്കാട് പൂത്തു തിന തിനായി സൂപ്പറായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ എറണാകുളത്തോട്ട് പോവുക വേറൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിന്. വണ്ടി കയറി ഇരുന്നപ്പോൾ നേരത്തെ പറഞ്ഞ കുട്ടപ്പൻ, അന്നത്തെ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ പൈലറ്റായിട്ട് പോയ കുട്ടപ്പന്റെ വണ്ടിയാ. അപ്പൊ പെട്ടെന്ന് കൊണ്ടുവന്ന് വിടും, ഭയങ്കര സ്പീഡാ. ഇതിന്നോട് 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടപ്പ പാട്ടിട്ടു. കുറെ പാട്ടുകൾ ഇങ്ങനെ വന്ന് അടുത്തത് ഒരു പാട്ട് കാസറ്റാ, യേശുദാസും ഇതും ചേർന്ന് ആലപിക്കുന്ന ഗാനം. നമ്മൾ നേരത്തെ കാസറ്റ് ഇറക്കുമല്ലോ. ദാസേട്ടനും വേറെ ആള് തിരുനെല്ലിക്കാട്. അയ്യോ അതിനിടയ്ക്ക് ഈ പാട്ട് സിനിമയിലും എടുത്തോ? എന്ത് ചോദിച്ചു? ഏത് പാട്ട് ചേച്ചി? ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് എഴുതിയ പാട്ട് ഇന്ന് സിനിമയിൽ വന്നിരിക്കുന്നു. ചേച്ചി ഇത് ജോഷി സാറിന്റെ പടത്തിലെ പാട്ട് മുകേഷേനും പാർവതിയും കൂടെ അഭിനയിച്ചു. ഞാൻ അല്ലേ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ അപ്പ കൈ കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ എടുത്തൊക്കെ നോക്കി എറിയണോ? എനിക്ക് മനക്കേട് സഹിക്കാൻ വയ്യ. ഞാൻ ആ ലൊക്കേഷനിലെ എല്ലാവരോടും പറഞ്ഞില്ല ഈ പാട്ടിനെ കുറിച്ച്. 4-5 ദിവസം കഴിഞ്ഞ് പോകണം, വരുമ്പോൾ മുകേഷനെ കാണണം. അവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്ത് പറഞ്ഞ് തോൽപ്പിക്കാം? ആർക്കും ഒന്നും പറഞ്ഞ് തോൽപ്പിക്കാനൊക്കത്തില്ല. ശരിക്കുള്ള ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ഒരാൾ കളിയാക്കിയാലും നമ്മൾ ചിരിച്ചു പോകുന്ന ഒരൊറ്റ ആളിനെ ഞാൻ കണ്ടിട്ടുള്ളത് മുകേഷ്. സത്യത്തിൽ ഹ്യൂമർ അവതരിപ്പിക്കുന്ന, സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എല്ലാ ഭാഷയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ മുകേഷിന്റെ അത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ കൂടെ ചിരിപ്പിക്കുകയും 1 സെക്കൻഡ് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തമാശ പറ്റിക്കാനൊക്കത്തില്ല.